ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് തുളസീദാസ് പരമേശ്വരൻ. പ്രധാന വാർത്തകൾ. രാജ്യത്തിന്റെ സാമ്പത്തിക സ്ഥിതി വ്യക്തമാക്കുന്ന ധവളപത്രം ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ ലോക്സഭയിൽ അവതരിപ്പിച്ചു. 2014 ദുർബലാവസ്ഥയിലായിരുന്ന ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥ ഇപ്പോൾ സുസ്ഥിരതയുടെ പാതയിലാണെന്ന് ധവളപത്രം. കേന്ദ്ര സമീപനങ്ങൾക്കെതിരെ മുഖ്യമന്ത്രി പിണറായി വിജയനും മന്ത്രിമാരും ന്യൂഡൽഹിയിലെ ജന്തർ മന്ദറിൽ ഇന്ന് സമരം നടത്തി. രാജ്യത്തിന്റെ ഫെഡറൽ ഘടന സംരക്ഷിക്കാനാണ് സമരമെന്ന് മുഖ്യമന്ത്രി. സംസ്ഥാന സർക്കാരിന്റെ രാഷ്ട്രീയ നാടകമാണ് ഡൽഹി സമരമെന്ന് കേന്ദ്ര സഹമന്ത്രി വി മുരളീധരൻ. സർക്കാരിന്റെ കെടുകാര്യസ്ഥത മറച്ചുവെക്കാനുള്ള ശ്രമമാണിതെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ. കേന്ദ്ര പദ്ധതികൾ ജനങ്ങളിലേക്ക് എത്തിക്കുന്ന വികസിത് ഭാരത് സങ്കല്പയാത്രയുടെ രണ്ടാം ഘട്ടത്തിന് തിരുവനന്തപുരം, കോഴിക്കോട് ജില്ലകളിൽ നാളെ തുടക്കം. അണ്ടർ 19 ലോകകപ്പ് ക്രിക്കറ്റ് സെമി ഫൈനലിൽ പാകിസ്ഥാനെതിരെ ഓസ്ട്രേലിയയ്ക്ക് 180 റൺസ് വിജയലക്ഷ്യം. വാർത്തകൾ വിശദമായി. രാജ്യത്തിന്റെ സാമ്പത്തിക സ്ഥിതി വ്യക്തമാക്കുന്ന ധവളപത്രം ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ ലോക്സഭയിൽ അവതരിപ്പിച്ചു. 2014 നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിൽ വരുന്ന കാലത്ത് രാജ്യത്തിന്റെ സാമ്പത്തിക സ്ഥിതി ദുർബലമായിരുന്നുവെന്നും സാമ്പത്തിക അച്ചടക്കമില്ലായ്മ പ്രകടമായിരുന്നതായും ധവളപത്രത്തിൽ പറയുന്നു. വ്യാപക അഴിമതിയും തെറ്റായ സാമ്പത്തിക വിനിയോഗവും രാജ്യത്ത് പ്രതിസന്ധി സൃഷ്ടിച്ചിരുന്നതായും ധവളപത്രം വ്യക്തമാക്കുന്നു. നിക്ഷേപകരുടെ ആത്മവിശ്വാസം നഷ്ടപ്പെടുത്താതിരിക്കാൻ വേണ്ടിയാണ് അന്ന് ധവളപത്രം പുറത്തിറക്കാതിരുന്നതെന്നും ധനമന്ത്രി വ്യക്തമാക്കി. ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥ ഇപ്പോൾ സാമ്പത്തിക സുസ്ഥിരത കൈവരിച്ചതായും രാജ്യം വളർച്ചയുടെയും തിരിച്ചുവരവിന്റെയും പാതയിലാണെന്നും ശ്രീമതി സീതാരാമൻ അറിയിച്ചു. മോദി സർക്കാരിന്റെ സാമ്പത്തിക നിർവഹണവും ഭരണ മികവുമാണ് 2014 നിലനിന്നിരുന്ന വെല്ലുവിളികൾ അതിജീവിക്കാൻ സഹായിച്ചതെന്നും ധവളപത്രത്തിൽ പറയുന്നു. കാലാവധി പൂർത്തിയാക്കുന്ന 68 എംപിമാർക്ക് രാജ്യസഭ ഇന്ന് യാത്രയയപ്പ് നൽകി. അംഗത്വ കാലാവധി പൂർത്തിയാക്കുന്ന എംപിമാർ രാഷ്ട്ര നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് കരുത്തേകുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചടങ്ങിൽ പറഞ്ഞു. അംഗത്വ കാലാവധി പൂർത്തിയാക്കുന്ന മുൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗിന്റെ സംഭാവനകളെയും പ്രധാനമന്ത്രി പ്രകീർത്തിച്ചു. കേന്ദ്രമന്ത്രിമാരായ ധർമ്മേന്ദ്ര പ്രധാൻ, അശ്വിനി വൈഷ്ണവ്, വി മുരളീധരൻ, രാജീവ് ചന്ദ്രശേഖർ, എൽ മുരുകൻ തുടങ്ങിയവർ രാജ്യസഭാംഗത്വം പൂർത്തിയാക്കുന്നവരിൽ ഉൾപ്പെടുന്നു. കേരളത്തിനോടുള്ള പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ആദരവും സ്നേഹവുമാണ് തനിക്ക് രാജ്യസഭാംഗത്വം നൽകിയതിന് പിന്നിലെന്ന് ശ്രീ വി മുരളീധരൻ യാത്രയയപ്പ് ചടങ്ങിൽ പറഞ്ഞു. കേന്ദ്ര സമീപനങ്ങൾക്കെതിരെ മുഖ്യമന്ത്രി പിണറായി വിജയനും സംസ്ഥാന മന്ത്രിമാരും ഇടത് ജനപ്രതിനിധികളും ന്യൂഡൽഹിയിലെ ജന്തർ മന്ദറിൽ ഇന്ന് സമരം നടത്തി. രാജ്യത്തിന്റെ ഫെഡറൽ ഘടന സംരക്ഷിക്കാനാണ് സമരമെന്നും സംസ്ഥാനങ്ങളുടെ അധികാരങ്ങൾക്കുമേൽ കടന്നു കയറുന്ന രീതിയാണ് കേന്ദ്രം സ്വീകരിക്കുന്നതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. പ്രതിസന്ധി കാലത്തും രാജ്യത്തിന് അഭിമാനകരമായ നേട്ടങ്ങൾ കൈവരിച്ച സംസ്ഥാനമാണ് കേരളമെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. സീതാറാം യെച്ചൂരി, ഡി രാജ ഉൾപ്പെടെയുള്ള ഇടത് നേതാക്കളും സമരത്തിൽ പങ്കെടുത്തു. കേരള ഹൌസിൽ നിന്ന് പ്രകടമായാണ് ജന്തർ മന്ദറിലേക്ക് നേതാക്കൾ എത്തിയത്. ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ, പഞ്ചാബ് മുഖ്യമന്ത്രി ഭഗവന്ത് മാൻ, DMK നേതാവും തമിഴ്നാട് മന്ത്രിയുമായ പളനിവേൽ ത്യാഗരാജൻ, ജമ്മുകശ്മീർ നാഷണൽ കോൺഫറൻസ് നേതാവ് ഫറൂഖ് അബ്ദുള്ള തുടങ്ങിയ നേതാക്കൾ സമരവേദിയിൽ പിന്തുണ അറിയിക്കാനെത്തി. കേരളത്തിന്റെ ധനപ്രതിസന്ധിക്കെല്ലാം കാരണം കേന്ദ്ര അവഗണനയാണെന്ന് പ്രചരിപ്പിച്ച് സംസ്ഥാന സർക്കാരിന്റെ കെടുകാര്യസ്ഥതയും ധൂർത്തും മറച്ചുവെക്കുവാനാണ് ശ്രമം നടക്കുന്നതെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ. അതുകൊണ്ടാണ് പ്രതിപക്ഷം ഡൽഹി സമരത്തിന് പോകാത്തതെന്നും പ്രതിപക്ഷ നേതാവ് തിരുവനന്തപുരത്ത് മാധ്യമങ്ങളോട് പറഞ്ഞു. സംസ്ഥാനത്തിന്റെ നികുതി വിഹിതം 2.5% നിന്നും 1.92% കുറച്ചതിനെ പ്രതിപക്ഷവും എതിർക്കുന്നുണ്ട്. എന്നാൽ രൂക്ഷമായ ധനപ്രതിസന്ധിയുടെ അനേകം കാരണങ്ങളിൽ ഒന്നുമാത്രമാണ് കേന്ദ്ര അവഗണനയെന്നും ശ്രീ വി ഡി സതീശൻ പറഞ്ഞു. രാജ്യതലസ്ഥാനം കണ്ട ഏറ്റവും വലിയ രാഷ്ട്രീയ നാടകമാണ് സംസ്ഥാന സർക്കാരിന്റെ ഡൽഹി സമരമെന്ന് കേന്ദ്ര സഹമന്ത്രി വി മുരളീധരൻ. GST വിഹിതം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ സംസ്ഥാന ധനമന്ത്രി മുഖ്യമന്ത്രിയെ തെറ്റിദ്ധരിപ്പിക്കുന്നതായും അദ്ദേഹം ന്യൂഡൽഹിയിൽ ആരോപണമുയർത്തി. ഏറ്റവും കൂടുതൽ റവന്യൂ കമ്മി ലഭിച്ച സംസ്ഥാനമാണ് കേരളമെന്നും രാജ്യത്തിന്റെ മൊത്തം റവന്യൂ കമ്മിയിൽ 1/6 കേരളത്തിനാണ് അനുവദിച്ചതെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. പ്രാദേശിക വാർത്തകളാണ് ഈ കേൾക്കുന്നത്. കേന്ദ്ര പദ്ധതികൾ ജനങ്ങളിലേക്ക് എത്തിക്കുന്ന വികസിത് ഭാരത് സങ്കല്പയാത്രയുടെ രണ്ടാം ഘട്ടത്തിന് തിരുവനന്തപുരം ജില്ലയിൽ നാളെ തുടക്കമാകും. വിശദാംശങ്ങളുമായി ആകാശവാണി തിരുവനന്തപുരം ജില്ലാ പ്രതിനിധി രജു കോലിയക്കോട്. വികസിത് ഭാരത് സങ്കല്പയാത്രയുടെ തിരുവനന്തപുരം ജില്ലയിലെ രണ്ടാം ഘട്ട പര്യടനം നാളെ കഴക്കൂട്ടത്താണ് ആരംഭിക്കുന്നത്. ശ്രീകാര്യത്തും നാളെ പര്യടനമുണ്ട്. ആകെ 24 സ്ഥലങ്ങളിൽ നടക്കുന്ന ജില്ലയിലെ രണ്ടാം ഘട്ട പര്യടനം ഈ മാസം 23 വരെ തുടരും. പരിപാടിയോടനുബന്ധിച്ച് ഗുണഭോക്താക്കൾക്കുള്ള സൗജന്യ പാചകവാതക കണക്ഷൻ വിതരണം, സൗജന്യ രക്തപരിശോധനാ ക്യാമ്പ്, കർഷകർക്കുള്ള ഡ്രോൺ പ്രദർശനം, വീഡിയോ പ്രദർശനം എന്നിവയും നടക്കും. കേന്ദ്ര വികസനക്ഷേമ പദ്ധതികളെക്കുറിച്ച് അവബോധം സൃഷ്ടിക്കുന്നതിനായുള്ള വികസിത് ഭാരത് സങ്കല്പയാത്രയുടെ രണ്ടാം ഘട്ടം നാളെ കോഴിക്കോട് ആരംഭിക്കും. കോഴിക്കോട് കോർപ്പറേഷനിലെ മലാപ്പറമ്പ്, കുണ്ടൂപ്പറമ്പ്, അത്താണിക്കൽ എന്നിവിടങ്ങളിലാണ് നാളെ പര്യടനം. യാത്രയുടെ ഭാഗമായി കേന്ദ്ര പദ്ധതികളെക്കുറിച്ചുള്ള ബോധവൽക്കരണ പരിപാടികൾ സംഘടിപ്പിക്കും.
15 സംസ്ഥാനങ്ങളിലെ 56 രാജ്യസഭാ സീറ്റുകളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പുറപ്പെടുവിച്ചു. ഇന്നു മുതൽ ഈ മാസം 15 വരെ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാം. ഫെബ്രുവരി 27-നാണ് വോട്ടെടുപ്പ്. അടിസ്ഥാന ബാങ്കിംഗ് നിരക്കുകളിൽ മാറ്റം വരുത്താതെ റിസർവ് ബാങ്ക് ദ്വൈമാസ ധനനയം പ്രഖ്യാപിച്ചു. റിപ്പോ നിരക്ക് 6.5% തുടരും. കഴിഞ്ഞ വർഷം ഫെബ്രുവരി മാസത്തിന് ശേഷം അടിസ്ഥാന ബാങ്കിംഗ് നിരക്കുകളിൽ റിസർവ് ബാങ്ക് മാറ്റം വരുത്തിയിട്ടില്ല. ദക്ഷിണാഫ്രിക്കയിൽ നടക്കുന്ന അണ്ടർ 19 ലോകകപ്പ് ക്രിക്കറ്റ് സെമി ഫൈനലിൽ പാകിസ്ഥാനെതിരെ ഓസ്ട്രേലിയയ്ക്ക് 180 റൺസ് വിജയലക്ഷ്യം. നിശ്ചിത 50 ഓവർ പൂർത്തിയാവാൻ 7 പന്തുകൾ ബാക്കി നിൽക്കെ പാകിസ്ഥാൻ 179 റൺസിന് പുറത്താവുകയായിരുന്നു. പാകിസ്ഥാനു വേണ്ടി അസൻ അവൈസും അറാഫത്ത് മിൻഹാനും അർദ്ധ സെഞ്ചുറി നേടി. ഓസ്ട്രേലിയയ്ക്ക് വേണ്ടി ടോം സ്റ്റാർക്കർ 6 വിക്കറ്റുകൾ വീഴ്ത്തി. മറുപടി ബാറ്റിംഗിന് ഇറങ്ങിയ ഓസ്ട്രേലിയ ഒടുവിൽ വിവരം ലഭിക്കുമ്പോൾ 16 ഓവറിൽ 2 വിക്കറ്റ് നഷ്ടത്തിൽ 54 റൺസ് എടുത്തിട്ടുണ്ട്. മത്സരത്തിൽ വിജയിക്കുന്ന ടീം ഞായറാഴ്ച നടക്കുന്ന ഫൈനലിൽ ഇന്ത്യയുമായി ഏറ്റുമുട്ടും. പ്രധാന വാർത്തകൾ വീണ്ടും. രാജ്യത്തിന്റെ സാമ്പത്തിക സ്ഥിതി വ്യക്തമാക്കുന്ന ധവളപത്രം ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ ലോക്സഭയിൽ അവതരിപ്പിച്ചു. 2014-ൽ ദുർബലാവസ്ഥയിലായിരുന്ന ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥ ഇപ്പോൾ സുസ്ഥിരതയുടെ പാതയിലാണെന്ന് ധവളപത്രം. കേന്ദ്ര സമീപനങ്ങൾക്കെതിരെ മുഖ്യമന്ത്രി പിണറായി വിജയനും മന്ത്രിമാരും ന്യൂഡൽഹിയിലെ ജന്തർ മന്ദറിൽ ഇന്ന് സമരം നടത്തി. രാജ്യത്തിന്റെ ഫെഡറൽ ഘടന സംരക്ഷിക്കാനാണ് സമരമെന്ന് മുഖ്യമന്ത്രി. സംസ്ഥാന സർക്കാരിന്റെ രാഷ്ട്രീയ നാടകമാണ് ഡൽഹി സമരമെന്ന് കേന്ദ്ര സഹമന്ത്രി വി മുരളീധരൻ. സർക്കാരിന്റെ കെടുകാര്യസ്ഥത മറച്ചുവെയ്ക്കുവാനുള്ള ശ്രമമാണിതെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ. കേന്ദ്ര പദ്ധതികൾ ജനങ്ങളിലേക്ക് എത്തിക്കുന്ന വികസിത് ഭാരത് സങ്കല്പയാത്രയുടെ 2ാം ഘട്ടത്തിന് തിരുവനന്തപുരം, കോഴിക്കോട് ജില്ലകളിൽ നാളെ തുടക്കം. അണ്ടർ 19 ലോകകപ്പ് ക്രിക്കറ്റ് സെമി ഫൈനലിൽ പാകിസ്ഥാനെതിരെ ഓസ്ട്രേലിയയ്ക്ക് 180 റൺസ് വിജയലക്ഷ്യം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 7:25-ന്.